മിശിഹായിൽ പ്രിയമുള്ളവരെ, ഈശോയുടെ ഉയർപ്പ്, അതിനെപ്പറ്റിയാണ് നമ്മൾ അല്പസമയം ധ്യാനിക്കുക. ഈശോയുടെ ഉയർപ്പ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുകയാണ്: ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. അതായത് ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം. യേശുവിൻ്റെ ഉയർപ്പ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സമസ്ത മേഖലകളെയും അത് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ ഈ പരിസരത്ത് കൂടുതൽ കനാല് പോകുന്നുണ്ട്. കാര്യം നിസ്സാരമാണത്. നമുക്കാണെങ്കിൽ കാണുമ്പോൾ വലിയ വലിപ്പമൊന്നുമില്ലാത്ത കനാലാണ്. പക്ഷെ അതിലൂടെ കൂടെ വെള്ളം പോകുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. നമ്മുടെ ഈ പരിസരത്തിലുള്ള എല്ലാ കിണറുകളും അതിലൊക്കെ വെള്ളമുണ്ട് എന്നുള്ളതാണ്. ഈ വെള്ളം കിണറുകളിൽ വന്നാൽ നമുക്ക് സന്തോഷമാണ്. കാരണം എന്താണ്? നേരത്തെ ആ കനാലിലൂടെ വെള്ളം ഒഴുകാത്തപ്പോൾ നമ്മളത് അനുഭവിച്ചിട്ടുള്ളതാണ്. വെള്ളമില്ലാത്ത അവസ്ഥയിൽ എന്തൊക്കെയാണ് നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കനാലിലൂടെ വെള്ളം ഒഴുകുമ്പോൾ നമ്മുടെ കിണറുകളിൽ വെള്ളം ഉണ്ട്. അപ്പോൾ നമുക്ക് സന്തോഷമാണ്. അതിന് കാരണം നമുക്കറിയാം, അല്ലേ? നമുക്ക് കുളിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വെള്ളമുണ്ട്. അപ്പോൾ അത് നമുക്ക് നൽകുന്നത് ഒരു ഉണർവാണ്, ഒരു സന്തോഷമാണ്, ഒരു ആശ്വാസമാണ്, ഒരു സമാധാനമാണ്. അപ്പോൾ ഈ പരിസരത്ത് ജീവിക്കാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നതിൽ വെള്ളം എന്നുള്ളത് ഒരു വലിയ ഘടകം തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് ഒരു ക്രിസ്ത്യാനിയുടെ സർവ്വ മേഖലകളെയും യേശു ക്രിസ്തുവിലുള്ള ഉയർപ്പ് സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് സ്വാധീനിക്കുന്നത്. കാരണം യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ ഉയർക്കും എന്നുള്ള ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയാണ്. അപ്പോൾ അത് നമ്മുടെ ജീവിത മേഖലകളെ പരിശോധിക്കാൻ, ഈശോയുടെ ഹിതമനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. യേശുവിന്റെ ഉയർപ്പ് ശിഷ്യന്മാരെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഈശോ പലപ്പോഴും ഉയർപ്പിനെ പറ്റി പറയുന്നുണ്ട് ശിഷ്യന്മാരോട്. തൻ്റെ 1-ാം പ്രവചനം, 2-ാം പ്രവചനം, 3-ാം പ്രവചനം എന്നൊക്കെ പറഞ്ഞിട്ട് സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്. ഈശോ ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. താൻ മരിക്കും, താൻ ഉയർക്കും. പക്ഷെ ഇതൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഈശോ ഉയർത്തുന്നത് ശിഷ്യന്മാർ കണ്ടു. അതിനുശേഷം അവർക്കുണ്ടായ ആ ഒരു ആനന്ദം, അവർക്കുണ്ടായ പ്രത്യാശ, അത് വളരെ വലുതാണ്. അതായത് മരണത്തിന് പോലും ഇനി ഞങ്ങൾ തോൽപ്പിക്കാനാവില്ല. ഞങ്ങളുടെ ഗുരു മരിച്ചത് ഞങ്ങൾ കണ്ടതാണ്. അവരിതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതിനുശേഷം അവരിൽ വലിയ വ്യത്യാസം ഉണ്ടാവുകയാണ്. വിശുദ്ധ സ്റ്റീഫൻ, ആദ്യത്തെ രക്തസാക്ഷി, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും എന്നറിഞ്ഞിട്ടും അദ്ദേഹം ഈശോയെ ദ്രോഹിച്ച വ്യക്തികളോട് അനുദപിക്കുവാനും പാപപരിഹാരം ചെയ്യാനും അദ്ദേഹം പറയുകയാണ്. അതിന് ഫലമായിട്ട് അദ്ദേഹം കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു. പക്ഷെ ഒരു മന്ദഹാസത്തോടുകൂടിയാണ് അദ്ദേഹം ആ സഹനത്തെ സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം മരണത്തെ പേടിയില്ല. കാരണം മരണത്തെ ജയിച്ചവനെ കണ്ടവരാണ് അവൻ. പത്രോസ് മാറ്റം വന്നു അദ്ദേഹത്തിന്. അതുവരെ മുട്ടുകാൽ കൂട്ടി ഇടിക്കുമായിരുന്നു പത്രോസിന്റെ ഈശോയെ പറ്റി പറയാനായിട്ട്. അതുകൊണ്ടാണല്ലോ പലപ്പോഴും അവൻ തീകായം പോയപ്പോഴൊക്കെ ഉണ്ടായ അപകടങ്ങൾ നാം പറയാം. പക്ഷെ ഇപ്പോഴാ പ്രശ്നമില്ല. ഈശോ ഉയർത്തെഴുന്നേറ്റതായിട്ട് അവൻ കണ്ടു. അപ്പോൾ ഇപ്പോൾ അവൻ ഏത് അധികാരിയുടെ മുൻപിൽ ചെന്നുകൊണ്ട് പറയുകയാണ്, എന്താണ്? ഈശോ ഉയർത്തെഴുന്നേറ്റ്. നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്ന ആ കർത്താവ് അവൻ ദൈവവും, അല്ലെങ്കിൽ അവൻ ഉയർപ്പിക്കപ്പെട്ടു, അവൻ ദൈവവുമായി. ഇപ്പോൾ അവന് പേടിയില്ല.
പ്രിയമുള്ളവർ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈശോ ഉയർപ്പ് ശിഷ്യന്മാർക്ക് നൽകിയത് വലിയൊരു പ്രത്യാശയാണ്. അതായത് അവർ മനസ്സിലാക്കുന്നു, ഇനി മരണത്തിന് പോലും തങ്ങളെ തോൽപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, മരണമേ നിന്റെ ദംശനം എവിടെ? കർത്താവിന്റെ ഉയർപ്പ് ധ്യാനിച്ചുകൊണ്ട് തുടർന്ന് അദ്ദേഹം പറയുന്നു, മരണത്തെ വിജയം രസിച്ചു എന്ന്. പ്രിയമുള്ളവർ, അതുപോലെ തന്നെ ഈശോയുടെ മരണത്തെ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് ഈശോയുടെ ഉയർപ്പ് നമുക്ക് നൽകുന്ന പ്രത്യാശയാണത്. അതായത് മരണം എന്ന് പറയുന്നത് ഒരു അന്ത്യമല്ല എന്ന് ഈശോയുടെ ഉയർപ്പിലൂടെ ഒരു വിശ്വാസിക്ക് മനസ്സിലാവുകയാണ്. മറിച്ച് മരണം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു തുടക്കമാണ്. മഹാസന്തോഷത്തിൻ്റെ, വലിയ വിരുന്നാസ്വദിക്കലിൻ്റെ, സ്വർഗരാജ്യത്തിൽ ഒത്തുകൂടലിൻ്റെ ഒരു തുടക്കമാണ്. അതാണ് ഈശോയുടെ ഉയർപ്പ് നമുക്ക് നൽകുന്ന പ്രത്യാശ. സങ്കീർത്തന വചനങ്ങൾ ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ പ്രകാരമാണ് നമ്മൾ അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്, നീതിമാനായിട്ട് ജീവിക്കുന്ന മനുഷ്യന്റെ മരണം ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ് എന്നുള്ളതാണ്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ ഉയർപ്പിന്റെ ഈ സന്തോഷം അല്ലെങ്കിൽ ഉയർപ്പിനുള്ള ഈ വിശ്വാസം മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രശ്നം. മാനവരാശിക്ക് മുഴുവൻ ദൈവം നൽകിയ ഒരു പ്രത്യാശയാണിത്. പക്ഷെ നിർഭാഗ്യവശാൽ മനുഷ്യരിൽ പലരും ഇത് ഗ്രഹിക്കുന്നില്ല, ഇത് വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിനെ അവഗണിച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഫലമായിട്ട് സമൂഹത്തിൽ വലിയ അസ്വസ്ഥതയും അരാജകത്വവും സൃഷ്ടിക്കപ്പെടുന്നു. ഇന്ന് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളുടെ കാരണങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈശോയുടെ ഉയർപ്പിലുള്ള പ്രത്യാശ നശിച്ച, അല്ലെങ്കിൽ ദൈവം നൽകുന്ന പ്രതിഫലത്തെ പറ്റിയുള്ള ധാരണയില്ലാത്ത കുറച്ച് മനുഷ്യരെ നമുക്ക് ഇതിന്റെ പിന്നിൽ കാണാനായിട്ട് സാധിക്കും. ഇന്ന് ധനികർ ദരിദ്രരെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ, ദരിദ്രരെ സംരക്ഷിക്കേണ്ടവർ ധനികരുടെ പക്ഷം ചേരുന്നുണ്ടെങ്കിൽ, ജീവിതം ഈ ലോകത്ത് മാത്രമാണുള്ളത് എന്ന വികലമായ ഒരു ചിന്തയാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഈശോയുടെ ഉയർപ്പ് നമ്മളോട് പറയുന്നത് ഈ ലോകത്ത് ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കുക എന്നതാണ്. എന്തൊക്കെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും സുവിശേഷ മൂല്യങ്ങൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച് ജീവിക്കണം എന്നാണ് ഈ ഉയർപ്പ് നമ്മളോട് പറയുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന തിരുവചനങ്ങൾ കൂടെ കൂടെ ഓർത്തുകൊണ്ട് ജീവിക്കണമെന്നാണ് ഈ ഉയർപ്പ് നമ്മളോട് പറയുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മളോട് ആവർത്തിച്ച് പറയുന്നത് അത് തന്നെയാണ്. ഉയർപ്പിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ആഹ്ലാദത്തോടും കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. സ്വർഗവാസികളുടെയും ഭൂവാസികളുടെയും സമാധാനമായ മിശിഹായേ, നിന്റെ ഉദ്ധാനത്തിന്റെ സമാധാനം ആഘോഷിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു.